വിഭജികയുടെയും മകളുടെയും സംസ്കാരം ഷാർജയിൽ നടത്താൻ നീക്കം. എതിർപ്പുമായി വിഭജികയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഷാർജ സെമിത്തേരി അധികൃതർക്ക് വിഭജികയുടെ അമ്മ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനീഷ് ആണ് ചേരുന്നത്. വിനീഷ്, ഈ ഷാർജയിൽ സംസ്കാരം നടത്തുവാനുള്ള നീക്കം ആരുടെ ഭാഗത്ത് നിന്നാണ് നടക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് വിഭജികയുടെ മാതാവ് നാട്ടിൽ നിന്നും ഷാർജയിലേക്ക് എത്തിയത്. ഇവരുടെ മൃതശരീരങ്ങൾ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എത്തിയത്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ ഷാർജ സെമിത്തേരിയിൽ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഈ മാതാവിന് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ലഭ്യമായി. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 സെമിത്തേരിയിൽ വൈഭവിയുടെ സംസ്കാരം നടക്കാൻ പോവുകയാണെന്നും അതിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു മെസ്സേജ് എത്തിയത്. ഉടൻ തന്നെ ഈ മാതാവ് അവിടെ അധികൃതർക്ക് നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്നും സംസ്കാര ചടങ്ങുകൾ നിർത്തിവെക്കണമെന്നും മൃതശരീരം വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുകയായിരുന്നു. വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങളിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്നും അതിനാൽ വൈഭവിയുടെ മൃതദേഹം ഈ ഘട്ടത്തിൽ ഷാർജയിൽ സംസ്കരിക്കരുത് എന്നുമാണ് കത്തിൽ പറയുന്നത്. കുടുംബത്തിന്റെ ശക്തമായ ആവശ്യം എന്നോണമാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത് പോലും. പരമാവധി ശരിയായ അന്വേഷണവും മൃതശരീരത്തിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചറിയലും അവിടെ ബഹുമാനത്തോടെ ആചാരപരമായിട്ട് സംസ്കാരവും ഒക്കെയാണ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഇതിലിപ്പോൾ വിനീഷ, എന്താണ് ഈ നാട്ടിലേക്ക് അയക്കാതെ അവിടെ തന്നെ സംസ്കാരം നടത്തുവാനുള്ള നീക്കത്തിന് പിന്നിൽ എന്നതിൽ വ്യക്തതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടോ? അങ്ങനെ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടോ? അഭിലാഷ്, ഈ രണ്ടുപേരുടെയും മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഭജികയുടെ ഭർത്താവ്, അതുപോലെ തന്നെ സഹോദരി, ഇവരുടെ അച്ഛൻ, അങ്ങനെ 3 പേരെ ആണ് പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നത്. ഇത് നിലവിൽ നമുക്കറിയാം, ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടായാലും ഈ മൃതശരീരം വിട്ടുകിട്ടാൻ അവിടുത്തെ നിയമം അനുസരിച്ച് ഈ വിഭജികയുടെ ഭർത്താവിനാണ് ഒരു അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവ് തുടക്കം മുതൽ തന്നെ ഈ മൃതശരീരം അവിടെ തന്നെ അടക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർക്ക് കത്ത് നൽകിയതായിട്ട് അവിടെ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഇവരുടെ ആവശ്യം പ്രകാരമാണ് ഇത്തരത്തിലൊരു നീക്കം അവിടുത്തെ ഗവൺമെന്റ് നടത്തുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. എന്തായാലും നാട്ടിൽ നിന്നും പോയ മാതാവിന്റെ വലിയൊരു ആവശ്യം ഇങ്ങനെ തന്നെയാണ്. മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും നാട്ടിൽ നിലവിൽ കേസ് ഉണ്ട്, റീപോസ്റ്റ്മോർട്ടം അടക്കം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുമാണ് കത്തിൽ പറയുന്നത്. അത്തരത്തിലുള്ളൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു നടപടി അവിടെ നിർത്തിവെക്കണം. സംസ്കാര ചടങ്ങുകൾ, വൈഭവിയുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് വന്നത്. ഇതിൽ ഈ വിഭജികയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിലുള്ള മെസ്സേജാണ് കുടുംബത്തിന് ലഭ്യമായത്. എന്തായാലും ഈ ഒരു നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അഭിലാഷ്, സ്വാഭാവികമായും ഇവിടെ വിനീഷ്, ഈ ഷാർജയിലെ സെമിത്തേരിയിലാണ് മരണാനന്തര ചടങ്ങുകൾ, അതായത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ മലയാളി സംഘടനകൾ ഉണ്ടാകും, മറ്റ് സംഘടനകളുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടാകില്ല, പ്രത്യേകിച്ച് ഇത്രമേൽ വിവാദമായ ഒരു മരണവുമാണല്ലോ. തീർച്ചയായും അഭിലാഷ്, മലയാളി സംഘടനകളെല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ മാതാവ് പ്രാരംഭഘട്ടം എന്നോണം കത്ത് നൽകി അവരുടെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സെമിത്തേരി അധികൃതർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. മൃതശരീരങ്ങൾ നാട്ടിലെത്തേണ്ട ആവശ്യകതയുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്തണം, കുടുംബത്തിന് കൂടുതൽ ദുരൂഹത ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ എല്ലാം കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നാട്ടിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചാണ് നാട്ടിൽ കേസ് അന്വേഷിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ്, എന്തായാലും ഇപ്പോൾ വന്നൊരു വാർത്ത വളരെ ഞെട്ടലോടെയാണ്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം അവിടെ സംസ്കാരം നടക്കാൻ തുടങ്ങുന്നു, സംസ്കാരം തുടങ്ങുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് ബന്ധുക്കൾക്ക് ലഭ്യമായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. എന്തായാലും നിയമ നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അഭിലാഷ്, അമ്മയുടെ കത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വൈഭവിയുടെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ 6 അവിടെയുള്ള സെമിത്തേരിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ട് എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിനീഷ്?
തീർച്ചയായും അഭിലാഷ്, ഈ ചില മാധ്യമങ്ങൾ, അതായത് ഈ ദുബായിൽ നിന്നുള്ള മാധ്യമങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പരാമർശിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഫ്ളാറ്റിനുള്ളിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ ഈ ആദ്യം ഈ വീട്ടിലേക്ക് എത്തുന്നത് ഈ കേസിൽ ഒന്നാം പ്രതി ആയ ഇവരുടെ ഭർത്താവാണ്. ഭർത്താവ് അവിടെ എത്തുകയും ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം അവിടെ നിന്നും കൊണ്ടുപോയതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അഭിലാഷ്, എന്തായാലും ഈ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. എന്തായാലും ഈ മാതാവിന്റെ ഈ ഒരു കത്ത് അധികൃതർ പരിഗണിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും മൃതശരീരങ്ങൾ നാട്ടിൽ എത്തേണ്ട ആവശ്യകതയുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കം നടന്നെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അഭിലാഷ്, എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യെസ്, എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ വൈഭവിയുടെ സംസ്കാര ചടങ്ങ് ഷാർജയിൽ നടത്താനുള്ള നീക്കം ഉണ്ടാകുന്നു എന്നതാണ് അറിയുന്നത്. അത് തടയണം എന്നുള്ള കത്ത് ആണ്, ആ കത്തിൻ്റെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.